ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളി മന്ത്രി കെ.എൻ. ബാലഗോപാൽ. റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ട് എന്നായിരുന്നു മന്ത്രിയുടെയും പ്രതികരണം. സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആരെങ്കിലും പരാതി നൽകിയാൽ കേസെടുക്കുമെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലാണല്ലോ, നമ്മളെക്കാളും നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു ജഡ്ജിയും അതുപോലുള്ള ഒരു കമ്മിറ്റിയാണ് അതെടുത്തത്. അപ്പോൾ അത് സംബന്ധിച്ച് അതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ അവർ നോക്കിയിട്ടുണ്ടാവും. എന്തായാലും ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ, അതിനൊന്നും വ്യത്യസ്തമല്ലല്ലോ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന പരാതികൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിയമ നടപടി എടുക്കാത്ത സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ്. വേട്ടക്കാർക്കൊപ്പം ഇരകളെ ഇരുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ്. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. സർക്കാരിനോട് ചോദിച്ച ഒരു ചോദ്യം, സ്വമേധയാ കേസെടുക്കാമല്ലോ, ഒരാളെങ്കിലും പരാതി നൽകിയാലും ഒപ്പം തന്നെ സ്വമേധയാ കേസെടുക്കാനും ഒരു സാധ്യതയുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ മന്ത്രി കെ.എൻ. ബാലഗോപാലും പറഞ്ഞത്. ആ നിയമവശമാണ് അദ്ദേഹവും ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായിട്ടും സ്മിത, ഈ കാലയളവ് വരെ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഈ ഒരു സമയം വരെയും സർക്കാർ സ്വീകരിച്ച നിലപാട് പരാതിക്കാരെങ്കിലും മുന്നോട്ട് വന്നാൽ കേസെടുക്കാം എന്നൊരു സമീപനമായിരുന്നു. പോലീസ് പോലും ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്, ഇതിൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതകൾ ഇന്നത്തെ നിയമപ്രകാരമുണ്ട്. പുതുക്കിയ CRPC ആയിരുന്നാലും IPC ആയിരുന്നാലും എവിഡൻസ് ആക്ട് ആയിരുന്നാലും ഇതിലെല്ലാം തന്നെ സ്വമേധയാ കേസെടുക്കുവാനുള്ള വകുപ്പുകളുണ്ട് എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. കാരണം പ്രതിപക്ഷം ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആവശ്യപ്പെടുന്നതാണ് സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ മുതിരണമെന്നുള്ളത്. ആ സമയത്തെല്ലാമായിരുന്നു ഈ ഒരു പ്രതികരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ആ സർക്കാരിന്റെ തന്നെ മന്ത്രിസഭയിലെ മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വമേധയാ കേസെടുക്കുവാനുള്ള നിയമവശങ്ങൾ നിലവിൽ ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. പക്ഷേ 5 വർഷം ഈ ഒരു പിടിച്ചു വച്ചത്, അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് ആരും പിടിച്ചു വെച്ചിട്ടില്ല. ചില നിയമ തടസ്സങ്ങൾ ഇതിലുണ്ടായിരുന്നു. അത് മാറിയപ്പോഴാണ് ഹേമ കമ്മിറ്റി സർക്കാർ പുറത്തുവിട്ടതെന്നുമായിരുന്നു മന്ത്രി ഡൽഹിയിൽ പ്രതികരിച്ചത്. എന്തായാലും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ധനമന്ത്രിയുടെ പ്രസ്താവന. ശരി, അച്യുതനാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്.